ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായം. ജനത്തിൻ്റെ പ്രഭുക്കന്മാർ യെരുശലേമിൽ പാർത്തു. ശേഷം ജനം 10 പേരിൽ ഒരാളെ വിശുദ്ധ നഗരമായ യെരുശലേമിൽ പാർക്കേണ്ടതിന് കൊണ്ടുവരുവാനും 9 പേരെ മറ്റു പട്ടണങ്ങളിൽ പാർപ്പിപ്പാനും തക്കവണ്ണം ചീട്ടിട്ടു. എന്നാൽ യെരുശലേമിൽ പാർപ്പാൻ സ്വമേധയാ സമ്മതിച്ച എല്ലാവരെയും ജനം അനുഗ്രഹിച്ചു. യെരുശലേമിൽ പാർത്ത സംസ്ഥാന തലവന്മാർ ഇവരാകുന്നു: യഹൂദ നഗരങ്ങളിൽ ഇസ്രായേല്യരും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയദാസന്മാരും ശലോമോൻ്റെ ദാസന്മാരുടെ മക്കളും ഓരോരുത്തൻ താന്താൻ്റെ പട്ടണത്തിലും അവകാശത്തിലും പാർത്തു. യെരുശലേമിൽ ചില യഹൂദ്യരും ബെന്യാമീന്യരും പാർത്തു. യഹൂദ്യർ ആരെല്ലാമെന്നാൽ, പേരസിൻ്റെ പുത്രന്മാരിൽ മഹലലേലിൻ്റെ മകനായി അമര്യാവിൻ്റെ മകനായ സെക്കരിയാവിൻ്റെ മകനായ ഉസ്സിയാവിൻ്റെ മകൻ അദയാവും, ഷില്യോനിൻ്റെ മകനായ സെക്കരിയാവിൻ്റെ മകനായ യോയാരീബിൻ്റെ മകനായ അദയാവിൻ്റെ മകനായ ഹസയാവിൻ്റെ മകനായ കൊൽഹോസയുടെ മകനായ ബാരൂക്കിൻ്റെ മകൻ മയസയാവും തന്നെ. യെരുശലേമിൽ പാർത്ത പേരസിൻ്റെ മക്കളാകെ 468 പരാക്രമശാലികൾ. ബെന്യാമീന്യർ ആരെല്ലാമെന്നാൽ, സല്ലു അവൻ മെഷുല്ലാമിൻ്റെ മകൻ, അവൻ യോവേദിൻ്റെ മകൻ, അവൻ പെദയാവിൻ്റെ മകൻ, അവൻ കോലയാവിൻ്റെ മകൻ, അവൻ മയസയാവിൻ്റെ മകൻ, അവൻ ഈദിയേലിൻ്റെ മകൻ, അവൻ യെശയാവിൻ്റെ മകൻ. അവൻ്റെ ശേഷം ഗബ്ബായി സല്ലായി ആകെ 928 പേർ. സിക്രയുടെ മകനായ യോവേൽ അവരുടെ പ്രമാണിയും ഹസനൂവയുടെ മകനായ യഹൂദ പട്ടണത്തിൽ രണ്ടാമനുമായിരുന്നു. പുരോഹിതന്മാരിൽ യോയാരീബിൻ്റെ മകനായ യദയാവും യാക്കീനും അഹീത്തൂബിൻ്റെ മകനായ മെരായോത്തിൻ്റെ മകനായ സാദോക്കിൻ്റെ മകനായ മെഷുല്ലാമിൻ്റെ മകനായ ഹിൽക്കിയാവിൻ്റെ മകനായി ദേവാലയ പ്രഭുവായ സെരയാവും ആലയത്തിൽ വേല ചെയ്തു വരുന്ന അവരുടെ സഹോദരന്മാർ 822 പേരും. മൽക്കിയാവിൻ്റെ മകനായ പഷ്കൂരിൻ്റെ മകനായ സെക്കരിയാവിൻ്റെ മകനായ അംസിയുടെ മകനായ പെലല്യാവിൻ്റെ മകനായ യെരോഹാമിൻ്റെ മകൻ ആദയാവും. പൃഥുഭവന തലവന്മാരായ അവൻ്റെ സഹോദരന്മാർ 242 പേരും. ഇമ്മേരിൻ്റെ മകനായ മെഷില്ലോമോത്തിൻ്റെ മകനായ അക്സായിയുടെ മകനായ അസരേലിൻ്റെ മകൻ അമശയാസായിയും അവരുടെ സഹോദരന്മാരായ 128 പരാക്രമശാലികളും. ഇവരുടെ പ്രമാണി ഹഗദോലീമിൻ്റെ മകനായ സബ്തിയേലായിരുന്നു. ലേവ്യരിൽ ബുന്നിയുടെ മകനായ ഹഷബ്യാവിൻ്റെ മകനായ അസിക്രാമിൻ്റെ മകനായ അശൂബിൻ്റെ മകൻ ഷെമരിയാവും. ലേവ്യരുടെ തലവന്മാരിൽ ദേവാലയത്തിൻ്റെ പുറമേയുള്ള വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്ന ശബത്തായിയും യോസാബാദും. ആസാഫിൻ്റെ മകനായ സബ്തിയുടെ മകനായ മീഗയുടെ മകനായി പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന തലവനായ മദഥന്യാവും. രണ്ടാമൻ അവൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ബക്ബുക്കിയാവും. യദൂദൂൻ്റെ മകനായ ഗാലാലിൻ്റെ മകനായ ഷമൂവയുടെ മകൻ അബ്ദയും തന്നെ. വിശുദ്ധ നഗരത്തിലുള്ള ലേവ്യരാകെ 284 പേർ. വാതിൽ കാവൽക്കാരായ യാക്കൂബും തൽമോനും വാതിലുകൾക്ക് അരികെ കാക്കുന്ന അവരുടെ സഹോദരന്മാരും 172 പേർ. ശേഷം ഇസ്രായേല്യരും പുരോഹിതന്മാരും ലേവ്യരും യഹൂദ നഗരങ്ങളിലൊക്കെയും ഓരോരുത്തൻ താന്താൻ്റെ അവകാശത്തിൽ പാർത്തു. ദേവാലയദാസന്മാരോ ഓഫേലിൽ പാർത്തു. സീഹയും ഗിഷ്പയും ദേവാലയദാസന്മാരുടെ പ്രമാണികളായിരുന്നു. ദേവാലയത്തിലെ വേലയ്ക്ക് യെരുശലേമിലുണ്ടായിരുന്ന ലേവ്യരുടെ പ്രമാണി ആസാഫ്യരായ സംഗീതക്കാരിൽ ഒരുത്തനായി മീഗയുടെ മകനായ മത്തന്യാവിൻ്റെ മകനായ ഹഷബ്യാവിൻ്റെ മകനായ ബാനിയുടെ മകൻ ഉസ്തിയായിരുന്നു. സംഗീതക്കാരെക്കുറിച്ച് രാജാവിൻ്റെ ഒരു കൽപ്പനയും അവരുടെ നിത്യച്ചെലവ് വായിക്ക് ഒരു നിയമവും ഉണ്ടായിരുന്നു. യഹൂദയുടെ മകനായ സേരഹിൻ്റെ പുത്രന്മാരിൽ മെഷസബേലിൻ്റെ മകനായ പെദഹ്യാവ് ജനത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും രാജാവിൻ്റെ കാര്യസ്ഥനായിരുന്നു. ഗ്രാമങ്ങളുടെയും അവയോട് ചേർന്ന വയലുകളുടെയും കാര്യം പറഞ്ഞാലോ, യഹൂദരിൽ ചിലർ കിര്യത്തർബയിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ദീബോനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും യക്സബേലിലും അതിൻ്റെ ഗ്രാമങ്ങളിലും യേശുവയിലും മോലാദയിലും പേത്ത് പേലദിലും ഹസർ ഷൂവാലിലും ബേർഷെബയിലും അതിൻ്റെ ഗ്രാമങ്ങളിലും സിക്ലാഗിലും മൊഖേനയിലും അതിൻ്റെ ഗ്രാമങ്ങളിലും എൻറിമോനിലും സോരയിലും യർമൂത്തിലും സനോഹയിലും അതുല്ലാമിലും അവയുടെ ഗ്രാമങ്ങളിലും ലാഗീഷിലും അതിൻ്റെ വയലുകളിലും അസേക്കയിലെയും അതിൻ്റെ ഗ്രാമങ്ങളിലും പാർത്തു. അവർ ബർഷേബ മുതൽ ഹിന്നോം താഴ്വര വരെ പാർത്തു. ബെന്യാമീന്യർ ഗേബ മുതൽ മിക്മാഷ് വരെയും അയ്യയിലും ബദേലിലും അവയുടെ ഗ്രാമങ്ങളിലും അനാദോത്തിലും നോബിലും അനന്യാവിലും ഹസാരോലിലും രാമയിലും ഗിദ്ധായിമിലും ഹാദീലിലും സൊബയിലിമിലും നെബല്ലാത്തിലും ലോദിലും ശില്പിയുടെ താഴ്വരയായ ഓനോവിലും പാർത്തു. യഹൂദയിൽ ഉണ്ടായിരുന്ന ലേവ്യരുടെ ചില കൂറുകൾ ബെന്യാമീനിനോട് ചേർന്നിരുന്നു.